ഹന്നാസ് കിച്ചൻ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ റെസിപ്പി കഞ്ഞി, അച്ചാർ വിത്ത് പപ്പടം, തോരൻ. ഇത്രയാണ് കേട്ടോ. വൻപയർ തോരനാണ്. എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും കഴിക്കുന്നതാണ്, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. എങ്കിലും എല്ലാവരും വീഡിയോയ്ക്ക് ഇന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി അത്യാവശ്യമാണ്. ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ കറിവേപ്പില, കടുക്, വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ നാരങ്ങ വാങ്ങിച്ച് നമ്മളത് കഴുകിയിട്ട് നല്ലപോലെ തൂത്ത് നമ്മൾ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് ഉപ്പിലിട്ട് വാട്ടിയിട്ട് നമ്മൾ അപ്പച്ചമ്പിൽ വെച്ച് വാട്ടണം. 2-3 മിനിറ്റ് ആവി കയറ്റി കഴിയുമ്പം നല്ലപോലെ വാടും. അതിനുശേഷം നമ്മൾ തണുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് ഉപ്പ് ഒഴിച്ച് നമ്മൾ കുപ്പിക്കകത്താക്കി ഒരാഴ്ചയ്ക്ക് മുന്നേ ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെ കിട്ടും, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ അച്ചാർ പൊടി അത്യാവശ്യമാണ്. കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കടുകുണ്ട്. അത് നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച്, കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇടും. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമ്മൾ അതിലോട്ട് മസാല ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 സ്പൂൺ അച്ചാർ പൊടി ഇട്ടു, 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, സാദാ മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, അല്പം കായപ്പൊടി. ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂത്തതിന് ശേഷം നമ്മൾ ഉപ്പിലിട്ടിരിക്കുന്നത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അച്ചാറിന് ചാറ് ഇഷ്ടമുള്ളവർക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. വൻപയർ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വൻപയർ തോരന് നമുക്ക് തേങ്ങ ആവശ്യമാണ്. വൻപയർ ആദ്യം വേവിച്ച് വെക്കുക. തേങ്ങ, 2 അല്ലി വെളുത്തുള്ളി, ചുമന്നുള്ളി, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും മിക്സിക്കകത്ത് ചേർത്ത് നമ്മൾ ചതച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ മൂപ്പിക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന, അതായത് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം പോയി കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ കഞ്ഞിയും പയറും തോരനും അച്ചാറും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കഞ്ഞിയും പയറും ഇതെല്ലാം കൂടെ കൂട്ടി നല്ലപോലെ കഴിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എങ്കിൽ കൂടി എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.